ഹായ് ഗൈസ്, ഇന്ന് കറിവേപ്പിൻ്റെ ഇല നമുക്ക് നിത്യോപയോഗമായിട്ടുള്ളൊരു സാധനമാണ്. വീട്ടിൽ തന്നെ നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറ്റും. ഇപ്പം തന്നെ ഇവിടെ തന്നെ കണ്ടില്ലേ എത്ര മാത്രം ഉണ്ടെന്ന് കണ്ടില്ലേ. ഇത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. ഇതിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5-2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ ഒരു 1.5-2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതിന് ഇലയൊന്നും പറിക്കാനൊന്നും പാടില്ല. അതിനെ വളരാൻ വിടണം. അതിന് ശേഷം മാത്രം പറിക്കാൻ പാടുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഈ കറിവേപ്പിൻ്റെ ഇല നമ്മൾ പിന്നെ വളർന്നു കഴിയുമ്പോൾ പറിക്കേണ്ട രീതി ഇതാ, ഇങ്ങനെ ഇവിടെ നിന്ന് തണ്ടീന്ന് ഇങ്ങനെ ഒടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാ ഇല മാത്രമായിട്ട്, ചിലവർ ഇല മാത്രമായിട്ടൊന്ന് ഉള്ളിയെടുക്കും. അത് പാടില്ല. ഇങ്ങനെ ഒടിച്ചെടുത്താലാണ് പിന്നെ അവിടെ നിന്ന് തളർത്ത് വരുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒടിച്ചെടുത്തിട്ട് ഇവിടെ തളർത്ത് വന്നത് കണ്ടില്ലേ, അങ്ങനെ വേണം ഒടിച്ചെടുക്കാൻ. എന്നാലേ ഉള്ളൂ നല്ല രീതിക്ക് വരുള്ളൂ. 2 വർഷത്തിന് ശേഷം പറിക്കാം. ഇല പറിക്കാണ്ട് ഒടിച്ചെടുക്കുക. അപ്പോൾ തളർത്ത് വരും. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ കീടങ്ങളാണ്. കീടങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലില്ല. ഞാൻ അതിലൊരു മരുന്നടിച്ച് ആ മരുന്നും കൂടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ് വീഡിയോ എടുത്തത്. ആ മരുന്ന് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഇതിൻ്റെ ഇതെല്ലാം പോയി. ഇതൊരു ബോട്ടിലിന് 200 രൂപ എങ്ങാണ്ടാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ മാസത്തേക്ക് ഉണ്ടാവും. ഒരു വർഷത്തിനിടയ്ക്ക് ഒരു 3-4 തവണ ഇത് വെള്ളം ചേർത്തിട്ട് ഇതിൽ കുറച്ചെടുക്കുക. ഇതിലൊക്കെ അളവുണ്ട്. അളവിൻ്റെത് കറക്റ്റായിട്ട് ഇതേ 2 മില്ലി 2 മില്ലി ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ കമൻറ്റിലിടാം. അതെടുത്തിട്ട് ഇതാണ് 2 ml 1 ലിറ്റർ വെള്ളത്തിനാണ് ചേർക്കേണ്ടത്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉറുമ്പ് വരുവാണെങ്കിലും. ഇതാണ് ഇതപ്പോൾ ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ചെടികൾക്കും യൂസ്ഫുള്ളാവും. ഇതുപോലെ കീടങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് ഞാൻ കാണിച്ചരുതാ. ഇതാണ് ഞാനിങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പം സ്പ്രേ ചെയ്യാം. ഞാനിതിപ്പം മഴയ്ക്ക് മുമ്പായിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നല്ലോണം തഴച്ച് വളരാൻ ഇതുണ്ടല്ലേ, വെള്ളം പോലെ തന്നെ നമ്മുടെ ഉറുമ്പ് പൊടിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ പോലെയുണ്ട്. ഇത് വീട്ടിൽ അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യണത്. ഇത് കണ്ടോ, നിങ്ങൾ തന്നെ കണ്ടോളൂ എത്രമാത്രം കറിവേപ്പിൻ്റെ ഇല തഴച്ച് നല്ലോണം ഒടിച്ചെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നല്ലോണം തഴച്ച് വളരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് ഞാൻ വളമായിട്ട് എന്താ ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇത്ര ഹൈറ്റിലാണ് ഞാൻ മേളിൽ കയറി നിന്നിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നത്. ഇവിടെയാണ് അതിൻ്റെ ചോട്. ഇത്ര ഹൈറ്റിലില്ലേ കറിവേപ്പിൻ്റെ ഇലയാണ്. കാണുമ്പോഴേ അറിയാം നല്ലോണം ഉണ്ട്. പിന്നെ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം 2 നേരം. ഇതിൻ്റെ വളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ തോന്നുന്നു. ഉള്ളിൻ്റെ തൊണ്ടുണ്ട്. പിന്നെ ഞാൻ കഞ്ഞിൻ്റെ വെള്ളം ഇല്ലേ, നമ്മൾ ഇന്നത്തെ കഞ്ഞിൻ്റെ വെള്ളം നാളെ ഈ ഉള്ളിൻ്റെ തൊണ്ട് കാര്യങ്ങളൊക്കെ ഇട്ട് പുളിപ്പിച്ചിട്ട് ആഴ്ചയിൽ 1-2 തവണ ഞാൻ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വളം. കണ്ട അവിടെ അത് അങ്ങനെ അഴുകിപ്പൊക്കോളും. മുട്ടത്തൊണ്ട്, പുളിപ്പിച്ച കഞ്ഞിൻ്റെ വെള്ളം, മുട്ടത്തൊണ്ട്, ഉള്ളിൻ്റെ തോല് ഒക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ലതാണ്. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല. നല്ലോണം തഴച്ച് വളർന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ആ മരുന്ന് പ്രത്യേകം വാങ്ങും. അത് നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു മരുന്നാണ്. വീട്ടിലടിക്കാനും എല്ലാത്തിനും പറ്റിയതാണ്. ഇതിൻ്റെ അടി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ നല്ല തഴച്ച് വളരുന്ന ചെടി ഉണ്ടാവാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് കറിവേപ്പിൻ്റെ ഇല വിഷം അടിച്ചത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് ഉറുമ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ പോയിട്ടുണ്ടാവുക. ഇവിടെ കണ്ടില്ലേ പ്രാണി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ഉണങ്ങിപ്പോയിരിക്കുന്നു.
പക്ഷേ വന്നോളും. വേറെ ഇവിടെയൊക്കെ തളിർത്ത് വരുന്നുണ്ട്. ഇതാ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം പോകണം അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൗകര്യമാവും. കുറേ വെള്ളം തട്ടിയാൽ കരിഞ്ഞു പോകും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ കറിവേപ്പിൻ്റെ ഇലയൊന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നല്ല രീതിക്ക് നമുക്ക് എടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് കാണാൻ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.